ഹായ്, എല്ലാവർക്കും നിംഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ രാവിലെ 5 മണിയാണ് കേട്ടോ സമയം. ഇന്നിപ്പോൾ വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളുണ്ട്, അതുപോലെ എക്സാമും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും എനിക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. ലഞ്ചിന് വേണ്ടിയിട്ട് ലഞ്ച് കൂപ്പണാണ് കുട്ടികൾ കൊണ്ടുപോകുന്നത്. അപ്പം മെനു ഒക്കെ നോക്കിയതിന് ശേഷം ലഞ്ച് കൂപ്പൺ കൊണ്ടുപോകാറുണ്ട്. വളരെ റെയറായിട്ടാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എനിക്ക് വയ്യാത്ത ദിവസങ്ങളിൽ അങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകാറ്. അപ്പോൾ ഞാനിവിടെ കറുത്ത കടല വെള്ളത്തിലിട്ടിട്ടുണ്ട്. കറുത്ത കടലയോ ബ്രൗൺ കടല എന്നൊക്കെ പറയുന്നില്ലേ. അപ്പം അതിന് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷമായിരുന്നു കേട്ടോ വെള്ളത്തിലിട്ടിരുന്നത്. ഉപ്പ് ചേർത്തിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. കറുത്ത കടലയാകുമ്പോൾ അത്യാവശ്യം സമയം എടുക്കൂല വെന്ത് വരണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ കുറച്ച് നാളികേരമൊക്കെ ചെരുകി എടുക്കണം. നാളികേരമൊക്കെ നേരത്തെ ചെരുകി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രാവിലെ പണി എളുപ്പമാണ്. അപ്പോൾ കുറച്ച് നാളികേരം ഞാനിങ്ങനെ ചെരുകി എടുക്കണം കേട്ടോ. നമുക്ക് കറി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടും അതുപോലെ നല്ല നാടൻ വറുത്തരച്ച കടലക്കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ചെരുകി കഴിഞ്ഞപ്പോൾ പിന്നെ അനുപേട്ട വന്ന് ബാക്കി ചെരുകി കേട്ടോ. ബാക്കി കുറച്ച് ചെരുകി നമുക്കിപ്പോൾ പുട്ടിലൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല പോലെ തന്നെ നാളികേരൊക്കെ ഇട്ടാലാണല്ലോ ടേസ്റ്റി ആയിട്ട് വരിക. പിന്നെ ഞാൻ ഒരു കടായിലേക്ക് കുറച്ച് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് ഞാൻ വറുത്തരിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ വറുത്തരിപ്പൊടി ഇടുന്നതിന് മുമ്പ് കുറച്ച് നാളികേരം അതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഉപ്പ് ചേർക്കാൻ വിട്ടുപോയതാണ്. പിന്നെ വറുത്തരിപ്പൊടി ഇതിലേക്ക് ആവശ്യത്തിന് തന്നെ ചേർത്ത് കൊടുക്കുക. എപ്പോഴും വെള്ളത്തിൻ്റെ അളവ് പെർഫെക്റ്റ് ആയിരിക്കണം. അത് നമുക്ക് ഇളക്കി നോക്കുമ്പോഴായിരിക്കും കറക്റ്റായിട്ട് അറിയാൻ പറ്റുക. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പിയൊക്കെ ചെയ്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിംഷാസ് കിച്ചൺ സോഫ്റ്റ് പുട്ട് എന്നൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. അതിനുശേഷം നന്നായിട്ട് തീ കുറച്ച് വയ്ക്കാം. തീ കുറച്ച് വെച്ചതിന് ശേഷം ഇളക്കി കൊടുക്കുക. ഒന്ന് നമുക്ക് പൊടിയൊന്ന് വാട്ടിയെടുക്കണം. അപ്പോഴാണ് ഈ ഒരു പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റിൽ വരുള്ളൂ. കണ്ടില്ലേ, ഇതുപോലെ ഒരുപാടും കൊണ്ട് വെള്ളം കൂടി പോകരുത് കേട്ടോ. ഇനി ഇത് നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ഫാൻ്റെ താഴെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തണുത്ത് വരും. അപ്പോഴേക്കും നന്ദു മീനിനെയൊക്കെ കൊണ്ടുവന്നു. എവിടെ കാണുന്നുണ്ടോ? ഉണ്ടോ ബേബി മോളീസ്? 2 ബേബി മോളീസ് ഉണ്ട്. ഇപ്പം ഉണ്ടായതാണ്. ഞങ്ങളുടെ അറിയത്തില്ല കേട്ടാ. ഇവിടെ സ്ഥിരം മീനുകളൊക്കെ മുട്ടയിടണ മീനുകൾ മുട്ടയിടും, പ്രസവിക്കും. പക്ഷെ ബാക്കി വലിയ മീനുകളൊക്കെ തിന്നു പോകും. അങ്ങനെ ഉണ്ടാവുക. ഇപ്പൊ കിട്ടണത് വളരെ റെയറാണ്. പിന്നെ പ്ലാന്റ്സും സ്റ്റോൺസും ഒക്കെ ഉള്ള കാരണം ഇങ്ങനെ കിട്ടിയതാണ്. ഇപ്പൊ ഒളിച്ചിരിക്കാൻ സ്പേസ് ഉണ്ടല്ലോ. ഇവിടെ കണ്ടോ രാവിലെ മോളീസിനെ പിടിക്കുക. മോളീസിന്റെ കുട്ടികളെ അതെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സവാള, തക്കാളി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മുറിച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എന്താ പറയുക, വെളുത്തുള്ളി പ്രത്യേകിച്ച് തലേ ദിവസമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബാക്കി പരിപാടികളൊക്കെ രാവിലെ ഇട്ട് കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും. പിന്നെ ഞാനൊരു കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം കടല വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഹോൾ സ്പൈസസ് ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ ഒന്നും കൂടി നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടായിരിക്കും. നമ്മൾ ഗരം മസാല പൗഡറൊക്കെ ചേർത്ത് കൊടുക്കണേക്കാളും ഉണ്ടാകും. അപ്പോൾ ഞാൻ കുറച്ച് കറുകപ്പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ പിന്നെ ഇട്ട് കൊടുക്കണത് കുരുമുളകാണ് കേട്ടോ. കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തക്കോലം, ഗ്രാമ്പു, ഏലക്കായ, പെരിഞ്ചീരകം അതൊക്കെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പെരിഞ്ചീരകം കുറച്ച് കൂടുതൽ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി ഹോൾ സ്പൈസസൊക്കെ വളരെ കുറച്ച് അളവിൽ തന്നെ മതി കേട്ടോ. അതായത് ഗ്രാമ്പു, പട്ട അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് മതി. കാരണം അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കറിക്ക് ഒരു മസാലയുടെ ഒരു കുത്തായിരിക്കും. അപ്പോൾ തീരെ നന്നായിട്ടുണ്ടാവില്ല. പിന്നെ ബാക്കി സംഭവങ്ങൾ എന്താ പറയുക, ഈ മല്ലി, മുളക് അതൊക്കെ മുഴുവനോട് കൂടി ചേർത്ത് കൊടുക്കണമെങ്കിലും വളരെ തന്നെ നന്നായിട്ട് വരും കേട്ടോ. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുഴുവനോട് കൂടിയുള്ള മല്ലിയാണ്.
മല്ലി പ്രത്യേകിച്ച് ഇങ്ങനത്തെ വറുത്തരച്ച കറികളിലൊക്കെ മുഴുവനോട് കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് കൂടുതലാണ് ആ ഒരു മല്ലിപ്പൊടി ചേർക്കണേക്കാളും. പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇഞ്ചി ഒരു കഷ്ണം ഇതിലേക്ക് തൊലി കളഞ്ഞ് ചെറുതാക്കി ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ പിന്നെ ചേർക്കണത് ഒരു സവാളയാണ് കേട്ടോ. ഒരു സവാള ഒന്ന് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് മുറിച്ചിട്ട് കൊടുക്കുന്നത്. ചെറുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് എല്ലാം കൂടി അരച്ചെടുക്കാനുള്ളതിനെയാണ്. പിന്നെ ഒരു പിടി നാളികേരമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഒരുപാട് അളവിൽ നാളികേരത്തിൻ്റെ ആവശ്യമില്ല. ഈ സവാള ചേർക്കുമ്പോഴും അതുപോലെ നമ്മൾ ഇനി തക്കാളി ചേർക്കും ഇതിലേക്ക്, അപ്പോഴും കൊഴുപ്പ് വരും. ഇതെന്ന് പറയുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു വറുത്തരച്ച കടലക്കറിയാണ്. ശരിക്കും തക്കാളിയൊന്നും ചേർക്കാറില്ല വറുത്തരച്ച കടലക്കറിയിലൊന്നും. പിന്നെ തക്കാളിയാണ് ഇതിലേക്ക് ഞാൻ ഒരെണ്ണം റഫായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് വഴച്ചെടുക്കാം. നാളികേരവും ബാക്കി കാര്യങ്ങളൊക്കെ ആ തക്കാളിയിലത്തൊക്കെ ഒരു വെള്ളമൊക്കെ വഴറ്റി കഴിയുമ്പോഴാണ് ശരിക്കും നാളികേരമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് റെഡി ആയിട്ട് വരുള്ളൂ കേട്ടോ. ഒന്ന് ഫ്രൈ ആയിട്ട് അങ്ങനെ വരുള്ളൂ. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് രാവിലെ ആകുമ്പോൾ പിന്നെ എന്താ പറയുക, ഓരോന്ന് സെപ്പറേറ്റ് വഴച്ചെടുക്കാനൊന്നുള്ള നേരം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ അത് വഴന്ന് വരണ ആ ഒരു സമയം കൊണ്ട് നാളികേരം ബാക്കിയുള്ളതും കൂടി ശരിക്കും എടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു പൊടി നമ്മൾ നേരത്തെ വെള്ളത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, കുഴച്ചല്ല നമ്മൾ വാട്ടിയെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ ഉപ്പ് ചേർക്കാൻ മറന്നുപോയി. അത് കാരണമാണ് ശരിക്കും ആ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഉപ്പ് ചേർത്തിട്ട് ഞാൻ കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് എന്താ പറയുക, ഒന്ന് പൊടിച്ചെടുക്കുക. പൊടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. അപ്പോഴേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് വരും. വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ മിക്സിയിൽ എത്ര അടിച്ചെടുത്താലും അതിൽ കട്ടകളൊന്നും വരില്ല. വെള്ളം കൂടുതലാണ് നമ്മൾ ഒഴിച്ചതുണ്ടെങ്കിൽ മിക്സിയിൽ അടിച്ചെടുത്ത കട്ടകളായിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇടയ്ക്കൊന്ന് നമ്മുടെ ഈ ഒരു മസാലയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ നാളികേരൊക്കെ ഒന്ന് നന്നായിട്ട് വറുത്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കണത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ്. മുളക് പൊടി പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ മല്ലിയൊക്കെ ചേർത്ത സമയത്ത് വറ്റൽ മുളക് ചേർത്ത് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ, നന്നായിട്ട് തന്നെ വരും. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഈ മസാലകളുടെ അതായത് ഈ പൊടികളുടെ ഒരു ഇപ്പോൾ ഇട്ട് കൊടുത്ത മുളക് പൊടിയുടെയൊക്കെ ഒരു പച്ചമണം ഒന്ന് നന്നായിട്ട് മാറി വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് അത് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ പൊടിയെല്ലാം ഞാൻ ഇതുപോലെ മിക്സിയിലൊന്ന് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലെ ഒരു സ്റ്റീമറിലാണ് കേട്ടോ പുട്ടുണ്ടാക്കിയെടുക്കുന്നത്. പുട്ടുകുറ്റിയിലോ അല്ലെങ്കിൽ ചിരട്ടപ്പുട്ട് അങ്ങനെയൊന്നുമല്ല. ഇതാകുമ്പോൾ രാവിലെ ആകുമ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും, അധികം സമയമൊന്നും വേണ്ടല്ലോ, ഈസി ആയിട്ട് തയ്യാറാക്കാം. അപ്പോൾ ഒരു ലെയർ നാളികേരം ഇട്ട് കൊടുത്തു, പിന്നെ അതിന് ശേഷം ഒരു ലെയർ പൊടി ഇട്ട് കൊടുത്തു, പിന്നെ വീണ്ടും നാളികേരം പൊടി ആ ഒരു രീതിയിൽ ആണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ഈ പൊടി തയ്യാറാക്കിയപ്പോഴും അതിൽ കുറേ നാളികേരമൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ്. ഈ ഒരു പുട്ടൊക്കെ എന്ന് പറയുന്നത് തണുത്താലും നല്ല സോഫ്റ്റ് ആയിരിക്കും. ഒരു ദിവസം ഇപ്പോൾ രാവിലെ ഉണ്ടാക്കിയിട്ട് വൈകുന്നേരം വരെ ഇരുന്നാൽ പോലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടെക്സ്ചറായിരിക്കും. കറി പോലും വേണ്ട ഈ ഒരു പുട്ട് കഴിക്കാൻ, അത്രയ്ക്കൊരു ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ്. എൻ്റെ അമ്മ സ്ഥിരമായിട്ട് തയ്യാറാക്കുന്നത് ഈ ഒരു രീതിയിലാട്ടോ. പുട്ടെന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഞാൻ അത് ആവി കഴിച്ചാൻ വേണ്ടിയിട്ട് അവിടെ ഒരടുപ്പിൽ വെച്ച് കൊടുത്തു. അപ്പോഴേക്കും നമ്മുടെ കടലേക്ക് ഒന്ന് റെഡി ആയിട്ട് വന്നു. നന്നായിട്ട് കടല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ, എന്നാൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കണ്ടില്ലേ, നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴേക്കും നല്ല മാഷായിട്ട് തന്നെ വരുന്നുണ്ട്. ആ ഒരു രീതിയിൽ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു മസാല തണുത്ത് കഴിയുമ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. മല്ലിയൊക്കെ പ്രത്യേകിച്ച് നന്നായിട്ട് തന്നെ അരഞ്ഞ് വരണം, അല്ലെങ്കിൽ നന്നായിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ബാക്കി മസാല പേസ്റ്റും ഞാനിവിടെ റെഡിയാക്കി മാറ്റി വയ്ക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് നമ്മുടെ മസാല പേസ്റ്റ് റെഡിയായി. ഇത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാനൊരു കടായിലേക്ക് ഈ ഒരു മസാല പേസ്റ്റ് ചേർത്ത് കൊടുക്കണം കേട്ടോ. എണ്ണയൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല, ഡയറക്റ്റ് ഈ ഒരു മസാല പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ കടലയാണ് ഞാൻ ഡയറക്റ്റ് ചേർത്ത് കൊടുക്കുന്നത്. കടലയിൽ വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പിന്നെ നമുക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കാരണം പ്രത്യേകിച്ച് വറുത്തരച്ച ഒരു കടലയാവുമ്പോൾ അത് കുറുകി വരും, ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ. പിന്നെ ഞാൻ വേറൊരു പാനിലേക്ക് കുറച്ച് നാളികേരക്കൊത്ത് എടുത്തിട്ടുണ്ട്. കടലക്കറി ആകുമ്പോൾ ഒരു നാളികേരക്കൊത്തൊക്കെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റില്ല, നല്ല നാടൻ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കുറച്ച് ചെറിയുള്ളി മുറിച്ചതും അതുപോലെ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം ചെയ്യണത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എരിവ് പോരാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അതിലേക്ക് മുളക് പൊടി ചേർക്കാം. നല്ലൊരു കളർ വേണമെങ്കിലും മുളക് പൊടി ചേർക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ
വളരെ എളുപ്പത്തിലുള്ള വറുത്തരച്ച കടലക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ പുട്ടും റെഡിയായിട്ട് അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും കണ്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കുട്ടികളൊക്കെ കുളിച്ച് റെഡിയായി ഫ്രഷ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടും അതുപോലെ നല്ല നാടൻ കടലക്കറിയും. നല്ല അടിപൊളി കോമ്പിനേഷനല്ലേ. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റാണ് ഈ കടലക്കറി പുട്ട്. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. വല്ലപ്പോഴും മാത്രമേ പക്ഷേ ഉണ്ടാക്കാറുള്ളൂ പുട്ടും. പിന്നെ സ്നാക്ക് ബോക്സൊക്കെ ഒന്ന് പാക്ക് ചെയ്യണം, പേരയ്ക്കാണ് അതിലേക്ക് വെച്ച് കൊടുക്കണത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ മീനൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ ഞാനിവിടെ HL മാർക്കറ്റിൽ നിന്നാണ് സാധാരണ ചില സമയത്തൊക്കെ മീൻ വാങ്ങിക്കാറ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ അതേ മത്തി കിട്ടിയിട്ടുണ്ട്. മത്തിയൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് കിട്ടും. അപ്പോൾ മുട്ടയുള്ള സമയമാണ്, ട്രോളിങ് നിരോധനത്തിൻ്റെ ഒരു സമയമായ കാരണം മുട്ടയുണ്ട്. മത്തിയിലൊക്കെ നന്നായിട്ട് മുട്ടയുണ്ടായിരുന്നു. ഇവരിങ്ങനെ വാട്സാപ്പിൽ സെൻഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മീൻ അതിൽ നോക്കിയിട്ട് നമുക്ക് അവർ ഹോം ഡെലിവറി തന്നെ ചെയ്യും കേട്ടോ. ഞാൻ പണ്ട് കീറ്റോ ഡയറ്റൊക്കെ ചെയ്തിരുന്ന സമയത്ത് HL മാർക്കറ്റിൽ പോയിട്ട് ഡയറക്റ്റ് മീൻ വാങ്ങിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടിയ കോൺടാക്ട്സ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. ഏത് ചെറിയ മീനാണെന്നുണ്ടെങ്കിൽ ഇവർ ക്ലീൻ ചെയ്ത് തരും, അതൊരു ഗുണമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റാറിൽ നിന്നൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ക്യൂ നിന്ന് എന്താ പറയുക ഒരുപാട് സമയം എന്താ പറയുക വേസ്റ്റ് ആവും ശരിക്കും പറഞ്ഞാൽ. അല്ലെങ്കിൽ വാങ്ങിക്കാം നമുക്കിപ്പോൾ എന്താ പറയുക പല ഓൺലൈൻ ആപ്പുകളും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇവരുടെ ആകുമ്പോൾ ഒരു എന്താ പറയുക ഓൺലൈൻ ആപ്സൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു റീസണബിൾ റേറ്റ് തന്നെയാണ് ഇവരുടെ ഇതിൽ വരുന്നത്. പക്ഷേ ചില സമയത്ത് അത്ര നല്ല ഫ്രഷ് മീൻ കിട്ടാറുമില്ല, അങ്ങനെയും ഉണ്ടാവാറുണ്ട്. അപ്പോൾ പിന്നെ കിട്ടിയത് അയിലയാണ്. ഒരുപാട് വലിപ്പമില്ല, ഒരു മീഡിയം സൈസിലുള്ള അയിലയാണ് പിന്നെ കിട്ടിയത്. അതും ക്ലീൻ ചെയ്തിട്ട് തന്നെ കിട്ടിയത്. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള മീൻ എടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ പിന്നെ ഫ്രീസറിൽ സൂക്ഷിച്ച് വയ്ക്കുകയാണ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ഒരാഴ്ചയ്ക്ക് അങ്ങനെയൊക്കെ ഒരുമിച്ച് കുറച്ച് മീൻ അങ്ങനെ വാങ്ങിക്കും. അങ്ങനെയാണ് സാധാരണ രീതിയിൽ ചെയ്യാറ്. പിന്നെ വാങ്ങിച്ചത് നമ്മുടെ നത്തോലിയല്ല, വേളൂരിന്ന് പറയും, ആ ഒരു മീനാണ് കേട്ടോ. അതായത് ചെതമ്പലുള്ള ഒരു മീനില്ലേ, കൊഴുവിയല്ല, കൊഴുവിയാണ് ഞങ്ങളുടെ നാട്ടിൽ നത്തോലി എന്ന് പറയാം. അപ്പോൾ ഇതും ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഞാൻ ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ വേറെ ചെറുപയർ കറിയായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം എന്താ പറയുക നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ പലിഞ്ഞീനുണ്ടല്ലോ, പലിഞ്ഞീനും മീനിൻ്റെ മുട്ട എന്നൊക്കെ പറയില്ലേ, അതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു ചട്ടിയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി അതുപോലെ ഒക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ, എരിവിനനുസരിച്ച്. ഇവിടെ ഇപ്പോൾ കുട്ടികളൊക്കെ കഴിക്കണ കാരണം നമുക്ക് എരിവൊക്കെ ഒരുപാട് സ്പൈസി ആയിട്ട് ഉണ്ടാക്കാറില്ല. പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. മീൻ ഫ്രൈയിലൊക്കെ കുരുമുളക് ചേർക്കുമ്പോൾ നല്ലതല്ല. പിന്നെ എന്താ പറയുക കുറച്ച് വെളിച്ചെണ്ണയും കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നമുക്കതൊരു പേസ്റ്റാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള മീനൊക്കെ ചേർത്തിട്ട് എന്താ പറയുക നന്നായിട്ട് പുരട്ടി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് സാധാരണ ഒരു നാടൻ മസാലയാണ്, അതിൽ പ്രത്യേകിച്ച് സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. അതിനുശേഷം മീനിട്ടിട്ട് നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് എന്താ പറയുക മിക്സ് ചെയ്ത് കുറച്ച് സമയം നേരം ഉണ്ടെങ്കിൽ മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉച്ച സമയത്താണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത്ര വലിയ സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അതാനും പെട്ടെന്ന് മിക്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് കേട്ടത്. മാരിനേറ്റ് ചെയ്ത് മാറ്റിയൊന്നും വെക്കണമെന്നില്ല. അപ്പോൾ അതേ പലിഞ്ഞീനും ഇതിലേക്ക് തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇങ്ങനത്തെ ചെറിയ മീനുകളൊക്കെ ശരിക്കും ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി അല്ലേ. ആ മുള്ളൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരുമ്പോൾ മുള്ളോട് കൂടി കഴിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഹെൽത്ത് ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊരു ഫാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ചൂടാകുമ്പോൾ ഈ മീൻ കഷ്ണങ്ങളൊക്കെ മീനൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞ് വരണ രീതിയിൽ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കണത് എല്ലാം തന്നെ. അതിൻ്റെ കൂടെ പലിഞ്ഞീനും എല്ലാം കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത് ഇത് ഫ്രൈ ചെയ്യാൻ നേരം വൈകിട്ടാണ്. അപ്പോൾ ഞാൻ ആ ഒരു സമയം കൊണ്ട് കുറച്ച് ചെറുപയർ കറി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. ചെറുപയർ തോരനായിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 2 പാത്രത്തിലായിട്ട് ഫ്രൈ ചെയ്ത് വേഗം അങ്ങോട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരുമല്ലോ, ഒരുപാട് സമയം അല്ലെങ്കിൽ ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് എടുക്കും. അതുപോലെ പലിഞ്ഞീനും അതിൻ്റെ കൂടെ തന്നെ ഞാൻ വറുത്തെടുക്കണം. അപ്പോൾ ചോറും ഈ ഒരു മീൻ ഫ്രൈ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് പിന്നെ കൂടുതൽ വിഭവങ്ങളുടെ ആവശ്യമൊന്നുമില്ല. ഇത് തന്നെയാണെന്നുണ്ടെങ്കിലും എനിക്ക് ചോറ് കഴിക്കാനൊന്നും വേറെ പ്രശ്നങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇപ്പോൾ പ്രത്യേകിച്ചും ചോറൊക്കെ പലപ്പോഴും കുറയ്ക്കുകയാണ് വെയിറ്റ് കൂടുന്നത് കാരണം. അപ്പോൾ അതേ പലിഞ്ഞീനൊക്കെ പിന്നെ പെട്ടെന്ന് ഫ്രൈ ആയിട്ട് വരുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിടണം. ഓവറായിട്ട് ഫ്രൈ ആയിട്ട് വന്നാലും അത്രയ്ക്കൊരു ടേസ്റ്റോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. മീൻ പിന്നെ ഫ്രൈ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി സമയം എടുക്കും, നല്ല മൊരിഞ്ഞൊക്കെ ഒന്ന് വരണമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ കണ്ടില്ലേ പലിഞ്ഞീൻ റെഡി. അപ്പോൾ ഞാൻ കുറച്ച് ചോറെടുത്ത് കഴിക്കണം. ഈ മീനിൻ്റെ ഒക്കെ കൂടെ ചോറ് നല്ല അടിപൊളി കോമ്പിനേഷനല്ലേ. പ്രത്യേകിച്ച് ചോറ് നമ്മൾ കുറച്ച് ദിവസമൊക്കെ കഴിക്കാതിരിക്കുമ്പോൾ കഴിക്കാനൊരു ടെംപ്റ്റേഷനും കാര്യങ്ങളൊക്കെ കൂടുതലുണ്ടായിരിക്കും. ഈ ഒരു മീൻ വറുത്തതും പലിഞ്ഞീനും അതുപോലെ ചെറുപയർ കറിയും കൂടെ
ചെറുപയർ കറിയല്ല, ചെറുപയർ തോരനും കൂടെ കഴിക്കണം കേട്ടോ. പിന്നെ വീക്കെൻഡായപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് പോയി. ഇത് നെക്സസ് മോളിലെ കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ചെരുപ്പ് വാങ്ങിക്കണമായിരുന്നു, സ്ലിപ്പർ വാങ്ങിക്കണമായിരുന്നു, അതുപോലുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഇവിടെ തണുപ്പൊക്കെ ആയി തുടങ്ങി. അപ്പോൾ വീടിൻ്റെ ഉള്ളിലിടാനൊക്കെ വേണ്ടിയിട്ട് സ്ലിപ്പർ വേണമായിരുന്നു, ചെരുപ്പ് വേണമായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ എന്താ പറയുക, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ എനിക്കുള്ള ഫുഡ് സബ്വേന്നായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ബ്രെഡ് കാര്യങ്ങൾ, ഞാൻ ഗാർലിക് ബ്രെഡായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഇവിടുത്തെ ഗാർലിക് ബ്രെഡ് അതായത് നല്ല ഇഷ്ടമാണ്. എന്താ അതിൻ്റെ ഫ്ലേവറുള്ള ബ്രെഡ്, പിന്നെ ചീസ്, ഒരുപാട് വെജിറ്റബിൾസ് കാര്യങ്ങളും, പിന്നെ ചിക്കൻ, പെരി ചിക്കനായിരുന്നു ഇതിലിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെജിറ്റബിൾസ് എന്നുണ്ടെങ്കിലും എന്താ പറയുക, അത്യാവശ്യം നമ്മൾ നന്നായിട്ട് കഴിക്കുമല്ലോ. ഇങ്ങനെയൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റിയാണ്. നമുക്ക് ആവശ്യമുള്ള സോസ് കാര്യങ്ങളൊക്കെ ചേർത്ത് അവർ നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല ചൂടോടുകൂടി തന്നെ തരും കേട്ടോ. അപ്പോൾ കുട്ടികൾക്കെന്നുണ്ടെങ്കിൽ KFC മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ KFC ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കി എല്ലാ ദിവസങ്ങളിലും നമ്മളെന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതല്ലേ കഴിക്കുന്നത്. അപ്പം വല്ലപ്പോഴും വീക്കെൻഡ്സിലൊക്കെ കുറച്ച് എന്താ പറയുക, ജങ്ക് ഫുഡ്സ് കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ കഴിക്കാറുണ്ട് കുട്ടികളൊക്കെ വേണമെന്ന് പറയുന്ന ആ ഒരു സമയത്തൊക്കെ. അപ്പോൾ ഇത് പിന്നെയും കുറച്ചൊരു ഹെൽത്തി വെർഷനാന്ന് പറയാം, വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചേർക്കുന്നത് കൊണ്ട് തന്നെ. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മയോണൈസ്, അതുപോലെ ഒരുപാട് ടൈപ്പ് സോസുകളൊക്കെ ചേർത്തിട്ടുണ്ട്. എനിക്ക് സോസുകളൊക്കെ ചേർക്കുന്നത് ഇഷ്ടം തന്നെയാണ് കേട്ടോ. അതിൽ ആ സംഭവങ്ങളെല്ലാം ചേർത്ത് അവരിത് റാപ്പ് ചെയ്ത് നമുക്ക് തരും കേട്ടോ. അപ്പോൾ നമ്മുടെ സബ്വേയുടെ ഈ എന്താ പറയുക, ഇതിന് സബ്വേ സാൻഡ്വിച്ച് എന്നോ സബ്വേ റോൾ എന്താ പറയുക, റോളല്ല എന്ന് തോന്നുന്നുണ്ടല്ലോ, സാൻഡ്വിച്ച് ആണെന്ന് തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ അതേ കുട്ടികളൊക്കെ അപ്പോഴേക്കും ഫുഡ് കഴിക്കലൊക്കെ തുടങ്ങി. അപ്പോൾ ഞങ്ങളിത് ഇവിടെ സ്ഥിരം മിക്കപ്പോഴും ഇതൊക്കെ തന്നെയാണ്, ഫ്രഞ്ച് ഫ്രൈസ്, അതുപോലെ പോപ്കോൺ ചിക്കൻ, ബർഗർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് കൂടുതൽ വാങ്ങിക്കാറ് KFCന്ന്. അപ്പോൾ ഞാൻ എൻ്റെ സംഭവങ്ങളൊക്കെ കഴിക്കുന്നു കേട്ടോ. അപ്പോൾ വീക്കെൻഡ്സൊക്കെ ആകുമ്പോൾ ഒന്ന് എൻജോയ് ചെയ്യാനും അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു അവസരമല്ലേ. ഇതിപ്പോൾ വൈകുന്നേരത്തെ കാഴ്ചകളാണ്. അപ്പോൾ ഡിന്നർ ഇങ്ങനെയൊക്കെയായി. അപ്പോൾ ഇതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരെണ്ണം കഴിച്ച് കഴിഞ്ഞാൽ നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള സംഭവമാണ്, നല്ല ടേസ്റ്റിയാണ്. നമുക്ക് എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷൻ കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഞാനിത് മോമോസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഫ്രൈഡ് ചിക്കൻ മോമോസ് ആണ് കേട്ടോ. അപ്പോൾ നോർമൽ മോമോസിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ് ഫ്രൈഡ് ചിക്കൻ മോമോസ് ആകുമ്പോൾ. പിന്നെ അതിൻ്റെ കൂടെ കിട്ടുന്ന ആ ഒരു ചട്നി ഉണ്ടല്ലോ, നല്ല സ്പൈസി ആയിട്ടുള്ള ചട്നി, അതും കൂട്ടിയായിരുന്നു കഴിച്ചത്. ശരിക്കും നല്ല അടിപൊളിയല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, ഓരോരുത്തർക്ക് ഓരോ ഷോപ്പിലാണ് ശരിക്കും പറഞ്ഞാൽ ഓർഡർ ചെയ്യൽ. ഇതൊക്കെ എന്താ പറയുക, ഓരോ സ്ഥലത്തുനിന്ന് പോയി ഇങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവരണം, അതാണ് എൻ്റെ ഡ്യൂട്ടി. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് എന്താ പറയുക, പിന്നെ ഞങ്ങളിത് അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ഇവിടെ കോട്ടൺ ക്യാൻഡി സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കോട്ടൺ ക്യാൻഡി കണ്ടപ്പോൾ കുട്ടികൾക്ക് കോട്ടൺ ക്യാൻഡി വേണമെന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ അവിടെ നിൽപ്പായിട്ടോ. അപ്പോൾ ഇവിടെ പല ഫ്ലേവറിലുള്ള കോട്ടൺ ക്യാൻഡി സംഭവങ്ങളുണ്ട്. ബബിൾ കം ഫ്ലേവറായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്, ചൂയിങ്കത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റുള്ള ഒരു കോട്ടൺ ക്യാൻഡി. അപ്പോൾ ഇത് കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ എന്താ പറയുക റെഡിയാക്കുന്നുണ്ട്. സാധാരണ നമ്മൾ കാണുന്ന ഒരു മെഷീനല്ല അത്, എന്താ പറയുക റോബോട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കുട്ടികളിലൂടെ. അപ്പോൾ അത് ഷേപ്പ് ആണെന്നുണ്ടെങ്കിലും ഡിഫറെൻ്റ് ആണ്. അത്യാവശ്യം കാണുമ്പോൾ നല്ല ക്വാണ്ടിറ്റി ഒക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഞാനൊരു പീസ് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എന്താ പറയുക, നല്ല സോഫ്റ്റ് ആയിട്ട് ആ ഒരു വേറൊരു ടെക്സ്ചറിലാണ് എനിക്ക് തോന്നിയത്. ടേസ്റ്റി ആയിട്ട് തന്നെ തോന്നി. നല്ല ഒരു എന്താ പറയുക, നല്ല കോട്ടൺ ക്യാൻഡി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതേ കോട്ടൺ ക്യാൻഡി കണ്ടോ, ചുറ്റി ഇങ്ങനെ വരുന്നുണ്ട്. പ്രത്യേകിച്ച് ആവശ്യം